ക്യാഷ് അല്ലേ 386. ഒരു മറ്റേ ബാക്കി നോക്കട്ടെ 100. ഓക്കെ ശരിയാണ്. ഓക്കെ ക്യാഷ് ഇവിടെ പോകുന്ന ഇന്ന് കിട്ടിയ ഫുൾ ക്യാഷ് കളക്ഷനാണ്. എന്തായാലും ഇരിക്കട്ടെ, എനിക്ക് പൈസ ആവശ്യം ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഉച്ചയ്ക്ക് വൈകുന്നേരം ഓടി എടുത്താൽ മതി. ആ പൈസ അവർ പിടിച്ചോളൂ ശമ്പളത്തിൽ നിന്ന്. ഇതെന്തോന്ന് കത്തി വിളിച്ചു വെച്ചിരിക്കാരോ? ഓ ആരെ കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കും കയറും. മൈ ഗോഡ്. അയ്യോ എൻ്റെ കൈരേഖത്തിലായി. ഇനി ഞാൻ കൊലക്കേസിൽ പ്രതിയാവോ? സുധീഷ സ്ഥലം പിടിപ്പോ. ആരെങ്കിലും കൊന്നിട്ട് ആരെങ്കിലും കത്തി വെച്ചിരിക്കണത്. സുധീഷേ ജയിലിൽ പോകാൻ കാത്തിരുന്നോ? പൂജപ്പുര ആയിരിക്കും മിക്കാറ്. കൊള്ളാം, പൂജപ്പുരാണെങ്കിൽ കുഴപ്പമില്ല, അടുത്തല്ലേ വീട്ടടുത്ത്. നല്ല പൈസ. ഓ നീ ആത്താവൂല്ലേ സ്റ്റേഷനിൽ. സംഭവം ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതൊരു പണിക്കാരൻ ജോലി കഴിഞ്ഞിട്ട് വെച്ചിട്ട് പോയതായിരിക്കും. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. പെൻഡാഹാർട്ട് റെസ്റ്റോറന്റ്. സർജ് ഒന്നും ആടിയതില്ല അവന്മാര്. എന്തിനാ കാണിക്കണ്? ഞാൻ എന്തായാലും ഇപ്പം കൊടുത്ത ഓർഡറിനെ സർജ് കൊടുക്കാൻ വേണ്ടി ടിക്കറ്റ് റൈസ് ചെയ്തിട്ടുണ്ട്. കാരണം തന്നില്ലേ ഇടിയാണോ നോക്കിയോ. കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യണം. മഴ കിടന്നു. ഇത് മഴ തന്നെ ആണ്ടാ, മഴ പൊടിയാണ്. ഇതൊക്കെ മഴ ഇല്ലാതെ എന്തോ വെയിലാ. കയറി പോകാമോ? കുഴപ്പമില്ലേ? സിഗ്നൽ ഇല്ലല്ലോ കയറി പോകാനായിട്ട്. എന്തോ അതൊക്കെ മനസ്സിലാവണല്ലോ. ഇവിടുത്തെ ആരും ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ്. റീച്ച് പെൻഡാഹാർട്ട് റെസ്റ്റോറൻറ്റ്. ഇവിടെന്തോ സൗണ്ട് കേൾക്കണം. നമുക്ക് ടീച്ചറെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള മെഷീൻ. ചിക്കൻ ബിരിയാണി പീക്ഡ്. വെങ്ങാനൂർ ഭഗവതി നട. ഒരു മിനിറ്റ്, ഒരു ചെറിയ ജോലിയുണ്ട്, അതൊന്ന് ചെയ്തിട്ട് പോകാം. സാറിന് വീട്ടിൽ കൊണ്ട് ചവറിടും. ഇത് കണ്ടുകൊണ്ട് ഇവിടെ ഇട്ടേക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരുടെ റിക്വസ്റ്റ് പറയാണ്, പറ്റുമെങ്കിൽ ചെയ്യുക, ചെയ്താൽ കൊള്ളായിരുന്നു. ഇതേപോലെ പ്ലാസ്റ്റിക് ചവർ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ റോഡിൽ ഇടല് അത് മാക്സിമം വീട്ടിൽ കൊണ്ടുപോയിട്ട് കോർപ്പറേഷനിൽ ഏൽപ്പിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ റോഡിൽ കാണുന്ന കോർപ്പറേഷൻ വേസ്റ്റ് ബോക്സ് ഉണ്ടല്ലോ, അവിടെ കൊണ്ടിടുക. സംഭവം വേറെ ഒന്നുമില്ല, ഇത് നമ്മുടെ നാടല്ലേ, അപ്പോൾ നമ്മളാണ് വൃത്തിയെ സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ, എന്നെപ്പോലെ എല്ലാവരും വിചാരിച്ചാൽ മാത്രമേ നമ്മളെ ഈ നാട് വൃത്തിയായിരിക്കുള്ളൂ.